നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഭാരത് ലൈവിന് ഒരു പുതിയ അതിഥി എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശിയാണ് അദ്ദേഹം. വ്യോമസേനയിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച് മടങ്ങി വന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് കയറുകയും അണ്ടർ സെക്രട്ടറി ആയിട്ട് അവിടെ നിന്ന് വിരമിക്കുകയും ചെയ്ത ശ്രീ സ്റ്റാലിൻ ദേവൻ, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. സ്റ്റാലിൻ സാർ, നമസ്കാരം. നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു സാറ്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങളിൽ അങ്ങ് ഒരു പരാതിക്കാരനാണ്. 4 പേരിൽ ഒരാളാണ് അങ്ങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകളിൽ പങ്കെടുക്കുകയും പലവിധ വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ മുക്കം ഫൈസിയും അതുപോലെ വഖഫ് ബോർഡും ഒക്കെ സുപ്രീം കോടതിയിലേക്ക്, നമ്മുടെ കേരള ഹൈക്കോടതി നൽകിയ ഒരു ഇടക്കാല ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ കേസിൽ തടസ്സ ഹർജിയുമായിട്ട് ഷോൺ ജോർജും പോയിട്ടുണ്ട്, അങ്ങും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ഈ 4 പരാതിക്കാരിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് എങ്ങനെയാണ് ഈ കേസിൻ്റെ ഭാവി ഉരുത്തിരിയുക? ഈ പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ സുപ്രീം കോടതി ഒരു സ്റ്റേ കൊടുക്കാൻ സാധ്യതയുണ്ടോ? അതോ സ്റ്റേ കൊടുക്കാതെ ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് സുപ്രീം കോടതി പറയുമോ? എന്താണ് അതിൻ്റെ നിയമസാധ്യതകൾ? ഇപ്പൊ സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് ഒരു വളഞ്ഞ വഴി കൂടി പോയിട്ട് സുപ്രീം കോടതിയെ പറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? വഞ്ചിക്കാനുള്ള നേരായ മാർഗത്തിലൂടെ അല്ല, വളഞ്ഞ വഴി കൂടി. അപ്പോൾ കോടതികളിൽ ഒരു കാര്യം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ വിധി പറയാം. അത് ശരി. അപ്പോൾ ഒരു പബ്ലിക്, ഇപ്പൊ എനിക്കൊരു പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതു താല്പര്യ ഹർജിയിൽ എനിക്ക് പേഴ്സണലി ഒരു ബെനിഫിറ്റ് അതിൽ നിന്നും ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതുപോലെ ഉള്ള ഒരു ഹർജി ഇപ്പൊ പ്രശാന്ത് ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഫയൽ ചെയ്യുമോ? വേണ്ട. കാരണം എന്റെ പൈസ മുടക്കുന്ന വലിയൊരു കാര്യമാണ്. എനിക്ക് വീട്ടിൽ ഇരുന്ന് അതിന്റെ ഔട്ട്കം എന്താണെന്ന് മാത്രം നോക്കിയാൽ. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ളൊരു പരാതി കൊടുക്കാനുള്ള അതിന്റെ അണിയറ പ്രവർത്തനത്തിലായിരുന്നു, ഡ്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ സാധാരണ കേസിൽ ഇൻവോൾവ് ആകുമ്പോൾ ഞാൻ തന്നെ ആദ്യം ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഈ വക്കീലന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എളുപ്പമാവും, ഒറ്റ വായനയിൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിൻ്റെ അണിയറയിലായിരുന്നപ്പോഴാണ് ABC മലയാളം ചാനലിൽ ഷോൺ ജോർജ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ 2 പേരെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഫയൽ ചെയ്യാൻ പോകുന്ന റിട്ടിനെ കുറിച്ചിട്ട് ഷോണിന്, കാരണം ഞങ്ങളൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, ഷോണിന് വലിയ വിവരം കിട്ടിയോ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മുൻപത്ത് നിന്നേ. അപ്പോൾ ഞാനും ഷോണും ഫ്രണ്ട്സാണ്. ഞാൻ ഷോണിനെ വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ ഷോണെ ആരാണ് ഇത് ഫയൽ ചെയ്യാൻ പോകണം? അത് ഞാൻ തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. അത് ശരി, അപ്പോൾ എന്താ ആവശ്യം? അത് ഇപ്പോൾ 2 നോൺ മുസ്ലിംസിനെ നോമിനേറ്റ് ചെയ്യണം, അത് ചെയ്തിട്ടില്ല, അവരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു, ഇതിന് അതല്ലല്ലോ, നമുക്ക് ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള ഹർജി കൊടുക്കാനുള്ള അതിനുള്ള ഗ്രൗണ്ട്സ് ഉണ്ടല്ലോ. പുള്ളിയൊരു വക്കീലും കൂടെ അല്ലേ, അപ്പോൾ എന്താണ് ഗ്രൗണ്ട്സ് എന്തെങ്കിലും ചോദിക്കണ്ടേ? ഞാനൊരു ഹർജി ഫയൽ ചെയ്യാൻ പോകുമ്പോൾ അതിന് കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു മാർഗം വരുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് ബേസിക്കലി ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഹൈക്കോടതിയിൽ സന്തോഷ് മാത്യു ആണ് ഹാജരാവുന്നത്, കേട്ടിട്ടുണ്ടോ? അറിയാലോ അല്ലേ? ജോ വലിയ അവിടുത്തെ വലിയൊരു വക്കീലാണ്. ബട്ട് ടു ബി ഫ്രാങ്ക്, ഈ കേസിൽ വലിയ വക്കീലൊന്നും വേണ്ട, കാരണം ഫാക്ട്സ് മാത്രമാണ്. ഇന്ന ആക്ട് പ്രകാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തിട്ടില്ല, പകരം ഇതാണ് ചെയ്തിരിക്കുന്നത്, അവിടെ നടപടി വേണം, അതിന് സാധാരണ വക്കീൽ മതി. അപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഷോൺ, ഈ നിങ്ങളെ ഫയലിംഗ് ഒരാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ഇൻപുട്ട് കൂടെ തരാം, അതും കൂടി വച്ചിട്ട് നമ്മുടെ ഈ പ്ലീ തന്നെ മാറ്റാം. ഈ നോമിനേഷൻ ആവശ്യം എന്താണ്? ഇത് ഇൻകംപ്ലീറ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അവർ 2 പേരെ ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് 2 പേരെ അപ്പോയിന്റ് ചെയ്യണം. പക്ഷെ ഇത് നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിരിച്ചുവിടാൻ ആവശ്യപ്പെടാം. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിന് ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞുപോയി, എന്തായാലും ഞാൻ എൻ്റെ വക്കീലിനോട് നാളെ വിളിക്കാൻ പറയാമെന്ന്. ഞാൻ പറഞ്ഞു ശരി. പിറ്റേന്ന് രാവിലെ 8 മണിക്കാണ് വിളിക്കാമെന്ന് പറഞ്ഞത്, 1 മണിയായിട്ടും വിളിച്ചില്ല. അപ്പോൾ ഞാൻ ഷോണിന് വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ 8 മണി ആയില്ലേ എന്ന് ചോദിച്ചു. അല്ലല്ല, ഇപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ എന്നെ വിളിക്കുന്നു, എൻ്റെ പേര് വെച്ചിട്ട് അവൻ എന്നോട് ചോദിച്ചത്, സാറ് ദീപക് എസ് ദേവൻ്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഞാൻ സ്റ്റാലിൻ ദേവൻ. ഞാൻ പറഞ്ഞു, അതേ മോനെ,
നിങ്ങളെങ്ങനെ പരിചയം? അത് ന്യൂവാൽസിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോളൊക്കെ കളിക്കാൻ പോയി. ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. ആ ശരി. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആവശ്യം എന്താ? ഇത് 2 പേരെ നോമിനേറ്റ് ചെയ്യും. ഗ്രൗണ്ട് എന്താ? 2 വേക്കൻസി ഉണ്ട്, 2 പേരെ നോമിനേറ്റ് ചെയ്യണം, അതാണ് ആവശ്യം. ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡിനെ ഡിസോൾവ് ചെയ്തിട്ട് പുതിയൊരു ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ടൂടെ? ആവശ്യപ്പെടാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇതും കൂടെ ചേർത്തതില്ലേ? ഇല്ല സാർ, ഞങ്ങൾ ഇന്ന് രാവിലെ അത് ഫയൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫയൽ ചെയ്തല്ലേ ഉള്ളൂ, വിഡ്രോ ഇറ്റ്. അതിനുശേഷം ഈ കാര്യങ്ങളോട് ചേർത്ത് പുതിയതായിട്ട്. അപ്പോൾ എനിക്ക് പൈസയില്ല, എനിക്ക് ക്രെഡിറ്റും വേണ്ട, വീട്ടിൽ ഇരുന്ന് കണ്ടാൽ മതി ഇതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, അത് പറ്റില്ല, അത് പറ്റില്ല. അവൻ്റെ അവസ്ഥ എനിക്കറിയാം. ഒരു സീനിയർ, പ്രസിദ്ധനായ ഒരു സീനിയർ നിൽക്കുമ്പോൾ ഒരു ജൂനിയറിന് പോയിട്ട് സാറേ നമുക്ക് പിൻവലിച്ചിട്ട് ബി റെഡി ടു ഡു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഇതിൻ്റെ അവസ്ഥ, കുഴപ്പമില്ല, യു ഗോ ഹെഡ്. എന്നിട്ട് ഞാൻ എൻ്റെ ശ്രമത്തിലോട്ട് വീണ്ടും അങ്ങനെയാണ് സാറും പരാതിക്കാരനാകുന്നത്. അപ്പം അതിനകത്ത് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സംഘടന ഒരു ഹർജി ഫയൽ ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ കോപ്പിയും വരുത്തിയിട്ട് വായിച്ചു നോക്കിയപ്പം എൻ്റെ പർപ്പസ് അതിലും സോൾവ് ആവുന്നില്ല. പിന്നെ ഒരു മുസ്ലിം ഹുസൈൻ എന്നുള്ള പേര്, അദ്ദേഹം മറ്റൊരു ഹർജി കൊടുത്തു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഉപമത വിഭാഗത്തിന് ഈ നിയമപ്രകാരം അവിടെ പ്രാതിനിധ്യം കിട്ടേണ്ടതാണ്, അത് ചെയ്തിട്ടില്ല. അവിടെയും എന്റെ ആവശ്യം സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവസാനമായിട്ട് എന്റെ പരാതിക്കാരനായി. അപ്പൊ ആദ്യം തന്നെ 2-ാം തീയതി ഷോണിന്റെ ഹർജി അഡ്മിഷൻ വന്നിരുന്നു. ഒരു ഇന്റർവ്യൂ ഓർഡറും ചോദിച്ചില്ല, കൊടുത്തുമില്ല, കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൺ ഫയൽ ചെയ്ത സമാന രൂപത്തിലുള്ള ഒരു ഹർജി നേരത്തെ തമിഴ്നാടിലെ മദ്രാസ് ഹൈക്കോടതി മുമ്പായ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. അവിടെ ആവശ്യം ഈ 2 നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് ശരി. അപ്പോൾ അതിന് ഹൈക്കോടതി അവിടെ എന്ത് ചോദിച്ചാൽ ഇതിന്റെ പ്രവർത്തനം 100% അങ്ങ് ഫ്രീസ് ചെയ്തു, സ്റ്റേ ചെയ്തു. അതായത് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം. ഇവിടെ അതുണ്ടായില്ല. നിങ്ങൾ ഇന്ന ഡിസിഷൻസ് എടുക്കരുത്, ഡിസിഷൻ എടുത്താലും കുഴപ്പമില്ല, ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ നടത്താവൂ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് വേണ്ടി ഒരു ജോയിന്റ് സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിട്ടുമുണ്ട്. അതെന്റെ ആവശ്യമായിരുന്നു. അതായത് സർക്കാരിൽ നിന്ന് വഖഫ് ബോർഡിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി. അത് ശരി. അല്ലാതെ 100% നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഹൈക്കോടതി ഉത്തരവിനെതിരെ മദ്രാസിൽ തമിഴ്നാടിലെ വഖഫ് ബോർഡ് സുപ്രീം കോടതി. ഇങ്ങനെയൊക്കെയാണ് കാര്യം. 2 പേരെ നിയമിക്കേണ്ടതുണ്ട്. അതിന് പകരം ഈ ബോർഡിന്റെ പ്രവർത്തനം തന്നെ മരവിപ്പിച്ചിരിക്കുകയാണ്. അത് തെറ്റാണെന്നായിരുന്നു അവർ വാദിച്ചത്. അപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അത് ശരിയല്ലേ, 2 പേരെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ആ നോമിനേഷൻ നടത്തി ആ പ്രശ്നം പരിഹരിച്ചാൽ പോരെ. അല്ലാതെ ഇത് ബോർഡേ പ്രവർത്തിക്കാൻ ബോർഡിനെ പിരിച്ചുവിടേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഡയറക്ഷൻ കൊടുത്തു, നിങ്ങൾ ആരെയാണോ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 നോൺ മുസ്ലിംസ്, അവരുടെ പേര് ഞങ്ങൾക്ക് തരുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അവരത് അപ്പോയിന്റ് ചെയ്യും, പ്രശ്നം. അങ്ങനെ ഇരിക്കെ അത് 19/2/2024 സുപ്രീം കോടതി ആ വിധി പറഞ്ഞത്. അതായത് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ. അങ്ങനെ ഇരിക്കെ ഷോൺ ജോർജ് ഫയൽ ചെയ്ത ഹർജിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തെ ഫ്രീസ് ചെയ്യൂ, ഇതുപോലെയുള്ള ഒരു ഉത്തരവ്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഇങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ കേരള ഹൈക്കോടതി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഷോൺ ജോർജിന്റെ ഹർജി അടിസ്ഥാനരഹിതമാണ്. കാരണം 11 അംഗ വഖഫ് ബോർഡാണ്. അതിൽ 4 പേര് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അവിടെ നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനെ ഉദിക്കുന്നില്ല. അതിൽ 2 പേര്, അതായത് ഒന്ന് ഒരു മുത്തവല്ലി പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, പിന്നെ ഒരു മുസ്ലിം മത പണ്ഡിതൻ. ഈ 4 പേരിൽ 2 പേര് സ്ത്രീകളായിരിക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് 11 4 മാറ്റി വയ്ക്കാം. ബാക്കി 7 MP, MLA, ബാർ കൗൺസിൽ മെമ്പർ ആൻഡ് ജോയിന്റ് സെക്രട്ടറി ടു ഗവൺമെന്റ് ഡീലിംഗ് വിത്ത് വഖഫ് മാറ്റേഴ്സ്. ഈ 4ഉം എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അതായത് ഏതെങ്കിലും ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിയമിക്കപ്പെടുന്നത്. അപ്പൊ 7 4 പോയി. പിന്നെ നിയമം പറയാൻ എന്താ, എക്സ്ക്ലൂഡിങ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ ആയിരിക്കണം ഈ മിനിമം 2 പേരും, മാക്സിമം 3 പേരും. അത് ശരി. അപ്പൊ ആകെപ്പാടുള്ള ഈ വേക്കൻസി 3 ആണ്. 2 നോൺ മുസ്ലിംസിനെ നിയമിക്കുകയും വേണം. അതിൽ പിണറായി വിജയൻ അതിലൊരു കാറ്റഗറിയാണ് ഈ സോഷ്യൽ വർക്ക്, ഫിനാൻസ്, റവന്യൂ, ബിസിനസ് മാനേജർ, അതിലൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ഏതെങ്കിലും 2 വ്യക്തികളെയാണ് അവിടെ നിയമിക്കുക. പിണറായി വിജയൻ ആ വേക്കൻസിയിൽ 2-നെതിരെ 1 നിയമനം നടത്തി കഴിഞ്ഞു. ബാക്കി 1 കൊണ്ട് ബാർ കൗൺസിൽ മെമ്പറിന്റെ ഒരു തസ്തിക. അപ്പൊ ഷോണിന്റെ ആവശ്യം
ഹൈക്കോടതിക്ക് അംഗീകരിക്കാൻ പറ്റും. കാരണം രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യണം, വേക്കൻസി ഒന്ന്. അപ്പം അതുപോലും അറിയാതെയാണ് ആ ഹർജി വരെ ഫയൽ ചെയ്തത്. അപ്പം ഷോണിൻ്റെ ആവശ്യം നടക്കണമെങ്കിലും ഈ ബോർഡിനെ ഡിസോൾവ് ചെയ്യണം. ആവശ്യം ന്യായമാണ്, പക്ഷേ ന്യായമാണ്. അപ്പം അത്രയും കാര്യമായിട്ട് പഠിച്ചിട്ടില്ലേ നമ്മൾ കോടതി ഒരു ആവശ്യം ഉന്നയിക്കുക. ഞാനായിരുന്നു UGMക്ക് എടുത്ത് കളഞ്ഞത്. കാരണം എന്താണ്, ഉള്ള ഒരു വേക്കൻസിക്കെതിരെ രണ്ടുപേരും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട. കാരണം നമ്മൾ പ്ലീഡ് ചെയ്യണം. സീറ്റ് ഒഴിവ് ഒന്നേ. പക്ഷെ നമ്മൾ കാണുമ്പോൾ രണ്ടെണ്ണം തോന്നുകയും ചെയ്യും. 11-ൽ 9-ലേ നോമിനേഷൻ നടത്തിക്കൊള്ളൂ, ബാക്കി 2 ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ 2-ൽ നോൺ മുസ്ലിംസിന് 1-ൽ മാത്രമേ നിയമിക്കാൻ പറ്റൂ. അപ്പോൾ ഷോൺ ജോർജിന്റെ ഹർജിയിൽ യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് വരാനേ പോകുന്നില്ല, എസ്പെഷ്യലി ഇൻ ദ ലൈറ്റ് ഓഫ് സുപ്രീം കോടതി ഡയറക്ഷൻ. അത് ഷോൺ ജോർജിന്റെ ഹർജിയുടെ സ്വഭാവം. ഷോൺ ജോർജിന്റെ പ്രയത്നം വെറുതെ ആകും എന്നാണോ സാർ അതിന്റെ? ഇപ്പം ആര്യ എന്താ, ഞാൻ ഇത്രയും പറഞ്ഞത് സത്യമാണെങ്കിൽ ആര്യയുടെ അഭിപ്രായം? എനിക്ക് സത്യത്തിലൊരു വാസ്തവത്തിൽ ഞാൻ എന്റെ മനസ്സിലെ ഇത് ഷോൺ ജോർജ് ഈ കേസിൽ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതുകൊണ്ടാണല്ലോ ഞാനും ആദ്യം ഷോണിനെ അങ്ങോട്ട്, കാരണം ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, കാരണം ഒരു ചെറുപ്പക്കാരൻ ഇത്രയും പ്രയത്നിച്ച് വന്നു എന്നുള്ളതാണ്. അതായത് മുനമ്പം വഖഫ് അല്ല എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരെ ഈ വഖഫ് സംരക്ഷണ വിധി സുപ്രീം കോടതി പോയപ്പോൾ ഷോൺ ജോർജ്, ഞങ്ങളൊക്കെ അത്രയും ഈ മുനമ്പം വിഷയമൊക്കെ അത്രയും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണല്ല, ഞങ്ങൾ ശത്രുക്കളൊന്നുമില്ല. അവസരത്തിൽ അന്ന് ഹൈക്കോടതി മുമ്പാകെ കക്ഷി ചേർന്നൊരു ഭൂസംരക്ഷണ സമിതിയിലെ 2 പേര്. അപ്പൊ അവരുടെ വക്കാലത്ത് ഒപ്പിട്ട് കിട്ടുകയാണെങ്കിൽ BJP ഇവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു സീനിയർ വക്കീലിനെ വയ്ക്കാൻ തയ്യാറാണ്. സീനിയർ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ്. അദ്ദേഹം നമ്മുടെ പെരിയ ഇരട്ടക്കോള കേസിൽ ഹാജരായി 24 ലക്ഷം രൂപ ഒറ്റ അപ്പിയറൻസിൽ വാങ്ങിച്ച മനുഷ്യനാണ്. അപ്പോൾ അതുപോലൊരു വക്കീലിനെ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസിലേക്ക് പിടിയിലാണ് ഈ ഭൂസംരക്ഷണ സമിതി. ഹൈബീഡം പറയുന്നതിന്റെ അപ്പുറം പോവില്ല. അതുകൊണ്ട് അവർ ഈ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേണ്ട ഒരാളിന് മുനമ്പത്ത് നിന്നൊരു വ്യക്തി നമുക്ക് അവിടെ ഇംപ്ലീഡ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാണ് എനിക്ക് അഡ്വക്കേറ്റ് ഋഷികേശിന് RSS ബന്ധമുള്ളതാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പറഞ്ഞ് ചേട്ടനെ എല്ലാം ഏൽപ്പിക്കുക, അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചെയ്തു കൊടുക്കുക. കാരണം മുനമ്പത്തിൻ്റെ ഒരു കേസാകുമ്പോൾ ഫാക്ട്സും വരും, ലോയും വരും, നിയമം വസ്തുതകളും വരും, നിയമവും. അതിനെ കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഈ വസ്തുതകൾ ഈ നിയമപ്രകാരം നമുക്ക് അനുകൂലമായി കൊണ്ടുപോകുന്നതാണ് ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും അറിയാവുന്നൊരു വ്യക്തി ഞാനാണ്. കാരണം 1950 മുതലുള്ള മുനമ്പത്തിൽ കംപ്ലീറ്റ് രാത്രി വിളിച്ചു വെച്ചാൽ അപ്പം ഞാൻ മറുപടി. അതുപോലെ തന്നെയാണ് വഖഫ് ആക്ട്. അങ്ങനെ ഋഷികേശുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ ഈ 302 പേജുള്ള പേപ്പർ ബുക്കിൻ്റെ ഓരോ ഖണ്ഡികയ്ക്കും വേണ്ട നിയമപരവും വസ്തുതാപരവുമായിട്ടുള്ള ഒരു മറുപടി തയ്യാറാക്കി. കാരണം വക്കീലന്മാർക്ക് ആ ജോലി പിന്നെ ഇല്ല, ഇത് വായിച്ചാൽ മതി. അവസാനം ഞാൻ ഋഷികേശിനോട് ചോദിച്ചു, മോനെ ഞാൻ അവിടെ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളെ ഇത് മോർ ദാൻ സഫിഷ്യൻ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ നിന്റെ ഗുമസ്തനാക്കുമോ? തമാശക്ക് പറഞ്ഞ്, യു ആർ മോർ ക്വാളിഫൈഡ് ടു ബി എ അഡ്വക്കേറ്റ് ക്ലർക്ക്. അങ്ങനെ അത്രയും നല്ല ഇതിലാണ്. അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചാണ്. എനിക്ക് സന്തോഷം തോന്നി, എന്നെ ഏൽപ്പിച്ചല്ലോ. എനിക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവ് മുതലെടുക്കാൻ ഷോൺ തയ്യാറായി. ഷോൺ ഞാൻ 100% ഡെലിവറി ചെയ്ത മനുഷ്യനാണ്. അല്ല ഞങ്ങൾ തമ്മിലൊരു ഇതല്ല, ഷോൺ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന പോയിന്റ് കൂടെ ചേർക്കുമെന്ന് പറഞ്ഞു. ഷോൺ അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ഇപ്പൊ നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട്. ഇത് സുപ്രീം കോടതിയിലും ചിലവാകണം. കാരണം ഷോണിന് BJPയുടെ പൈസ എടുത്ത് ചിലവാക്കണം. എനിക്കത് പറ്റുമോ? അത് പറ്റില്ല. അങ്ങ് BJP. അപ്പോൾ ഷോൺ ഞാൻ പറയുന്നത് പഴയതുപോലെ കേട്ടിരുന്നുവെങ്കിൽ ഇപ്പൊ എത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ടെൻഷനും ഇല്ല. എന്ന് വെച്ചാൽ ഈ പരാതിക്കാരനായിട്ട് കോടതിയെ സമീപിക്കേണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഹൈക്കോടതി ഇതിനെ ഒരു സീനിയർ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യാൻ രൂപ എത്രയാവും നിങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല, വിളിച്ച് ചോദിച്ചാൽ മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്ന് 2ാമത്തെ ദിവസം ഈ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഞങ്ങൾ ആ ഹർജിയും കൂടെ അന്വേഷണം. അപ്പോൾ ഒരു കുഞ്ഞ് ഓർഡർ ഇട്ട് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം ഫയൽ ചെയ്ത് 117 നമ്പർ ഫസ്റ്റ് കേസായിട്ടും അവസാനം ഫയൽ ചെയ്ത് എൻ്റെ 139 നമ്പർ കേസ് അവസാന കേസുമായിട്ട് അതിൽ നിൽക്കും. അങ്ങനെ വാദത്തിന് വന്നപ്പോൾ അപ്പോൾ ആ 2ാമത്തെ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞു ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ. ഞങ്ങളുടെ ഇതിലുള്ള സ്റ്റാൻഡ് എന്താണ്? അപ്പോൾ 15-ാം തീയതി രാവിലെ ഞാൻ എൻ്റെ വക്കീൽ വളരെ മിടുക്കിയ ലക്ഷ്മി ശ്രീധർ എന്നാണ് പേര്, എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചതാണ്. കേസ് പഠിക്കും. അപ്പോൾ ഞാനൊരു അങ്കിളിനെ പോലെ ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയണത് മാത്രം അവിടെ പോയി ഛർദ്ദിക്കുന്നില്ല, റിസർച്ച് ചെയ്ത് അവളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൂടെ നടത്തി അതിനുശേഷം ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ. മനസ്സിലായി? ജഡ്ജി ഭയങ്കര കേട്ടുകൊണ്ടിരിക്കുക, ആ രീതിക്കുള്ള സൗണ്ടും ആ കാര്യങ്ങൾ.
അപ്പോൾ ഞാൻ അന്ന് രാവിലെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞ് ഫയൽ ചെയ്തു എന്ന് പറയണം. ഞാൻ കണ്ടില്ല എങ്കിലും അപ്പോൾ കണ്ടിട്ട് അവർ നമ്മുടെ പെറ്റീഷന് അനുകൂലമായിട്ടുള്ള അഫിഡവിറ്റ് ആണെങ്കിൽ, കാരണം എനിക്കറിയാം 100% ഈ കിടന്ന് വേളക്കോട്ട് പോലെയൊന്നുമില്ല, അങ്ങനെ കൊടുത്തേ പറ്റൂ. കാരണം അത്ര വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഗ്രൗണ്ടും പറയുമ്പോൾ ഇനി ഏത് കക്ഷിയാണെങ്കിലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ.